questions about the stuff. എന്തു വേണമെന്ന് മേനോൻ തീരുമാനിക്കട്ടെ. ഫെർണാണ്ടോ ചാർലി ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത്തവണ അവനൊന്ന് റിയാക്ട് ചെയ്തു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഫെർണാണ്ടോ ഉപദ്രവിച്ചാൽ നിനക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യായിരുന്നു, അല്ലാതെ തിരിച്ചു ഉപദ്രവിക്കല്ല വേണ്ട. അതുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഇന്ന് കുക്കിംഗ് കൂടാതെ ഫുൾ ക്ലീനിങ് നീ ചെയ്യണം. I am nobody to punish Fernando. But if he torture the workers again, I will be forced to report it to the police. And Fernando, this is the last warning for you. Él me pega y me regañas a mí. ¿Un sirviente importa más que yo en esta casa? Mamá, ¿no tienes nada que decir? Mira, Fernando, primero tienes que aprender a comportarte mejor con los demás. Si el administrador toma todas las decisiones en esta casa, ¿qué pintamos aquí nosotros? സോറി പറഞ്ഞേക്കെ. അതിന് ഞാൻ കാര്യം കാണാൻ കഴുത കാലം പിടിക്കുന്നല്ലേ. ചില ഫെർണാണ്ടോ സെന്യോർ, സോറി എന്ന് ഞാൻ പറയില്ലട നാറി. സോറി ചത്തുപോയതിന്റെ അപ്പം വന്ന് പറയൂട പട്ടി തെണ്ടി. പട്ടി കടിച്ച മോള് എന്നെ കൊണ്ട് കടിപ്പിച്ച പട്ടി. നിന്നെ ഓടിച്ചിട്ട് പേപ്പറ്റിയെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് സോറി പറയൂടെ തെണ്ടി. കടവള്ളപ്പാറ്റെ കാന്താരി മുളകും ചൊറിയണവും കൂടി നിന്റെ മൂലമറ്റത്ത് തേച്ചിട്ട് ഇടുക്കി വഴി വാതുരുത്തി വരെ തേച്ചിട്ട് നീ നവതാരം കൊണ്ട് ചക്രശ്വാസം വലിക്കണത് കണ്ടി ഞാൻ സോറി എന്ന് പറയൂടെ താറി. പോയതണ്ടി തീർന്നില്ലട പന്നി. അതുപോലെ ആന്റി പാറും ആവണക്കെണ്ണയും വിമ്മും ഭക്ഷണത്തിൽ കലക്കി തന്ന് നിന്നെ കുറെ കാലം കക്കൂസിന്റെ പുറത്തിറക്കിലിടുന്ന എന്റെ മോനെ എന്നിട്ട് സോറി തീർന്നിട്ടില്ല. ആരടാ അമ്മേനെ കെട്ടി ചോക്കേതാ പറയണേ. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിയുടെ മോനെ പട്ടിച്ചെന്റെ ഫെർണാണ്ടോ. സോറി പറഞ്ഞത് ഇത്തിരി കൂടി പോയ സാർ. ഇല്ല, കറക്റ്റ് അളവാ. ഇനി ആരോടെങ്കിലും സോറി പറയണോ? ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മുഴുവൻ സാർ കേട്ടിട്ടുണ്ടെങ്കിൽ അവന് സ്പാനിഷിൽ തർജ്ജമ ചെയ്ത് കൊടുക്കരുത്. ഒരു മലയാളി ആയതുകൊണ്ട് പറഞ്ഞതാ. Are you happy now? Oh yes. He's a nice guy. കണ്ടോ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ശക്തി. മനസ്സിനൊരു സന്തോഷായി. ഒരു ഓംലെറ്റ് കഴിക്കട്ടെ. ചാർലി എല്ലാവരുടെ ചേർന്ന് അവന് ശിക്ഷ കൊടുത്തിരിക്കുകയല്ലേ. ജോലിക്കാരെ പട്ടിയാക്കുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ഞാൻ എന്തു ചെയ്യാനാ പപ്പ? ഫെർണാണ്ടോ പണ്ടേ അങ്ങനെയാ. പക്ഷേ രാഹുൽ സാറും കൂടി അതിന് കൂട്ടു നിൽക്കുന്ന കഷ്ടം. രാഹുൽ ഇപ്പോ പഴയ ആളല്ല. I don't know why he's always mad at Charlie. അത് കമീലയ്ക്ക് മാത്രം ഇവിടെ മനസ്സിലാവാത്തത്. ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. എന്താ പപ്പൻ? കമീല ഇനി അതൊന്നും അറിയരുതെന്നാണ് ചാർലി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കമീല അത് അറിഞ്ഞിരിക്കണം. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കമീല മാത്രം അറിയാതിരുന്നിട്ട് എന്തിന്? ചാർലിയുടെയും കമീലയുടെയും അടുപ്പ് കണ്ടിട്ട് സെന്യോർ മേനോൻ സാറിനോട് അഭിപ്രായം പറഞ്ഞു. അത് ചാർലിയുടെയും കമീലയുടെയും വിവാഹം നടത്തണമെന്നായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആഗ്രഹപ്രകാരം അത് നടത്തുവാനും മേനോൻ സാർ തീരുമാനിച്ചു. ചാർലി നാട്ടിൽ പോയി അമ്മയെ കൂട്ടി വന്നത് ആ വിവാഹത്തിന് വേണ്ടിയാണ്. രാഹുൽ സാർ തിരിച്ചു വന്നതുകൊണ്ട് പിന്നെ എല്ലാവരും അതങ്ങ് മറന്നു കളഞ്ഞു. പക്ഷേ ചാർലിയുടെ മനസ്സ് തകരുന്നത് ആരും കണ്ടില്ല. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിലേക്ക് പോവാ. What happened? അമ്മച്ചിയുമായി സംസാരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കണം. തിരിച്ചു വരുമ്പോൾ കമീലയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടാവും. പണിഷ്മെന്റ് ഓർക്ക. സത്യം പറഞ്ഞ ഇതെന്ത് പണിഷ്മെന്റ്? മേനോൻ സാറ് എന്നെ രക്ഷപ്പെടുത്താൻ ഇറക്കിയ നമ്പറല്ലേ. ഇനി ഫെർണാണ്ടോ ഉപദ്രവിച്ചാലും ഞാൻ തിരിച്ചു ഉപദ്രവിക്കില്ല കേട്ടോ. ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം മോശമായിട്ട് കമ്മിറ്റിക്കാർ 2 എണ്ണം തന്നു എന്ന് വിചാരിച്ചോളാം. പിന്നെ എൻ്റെ പേര് പറഞ്ഞ് രാഹുൽ സാറായിട്ട് പിണങ്ങണ്ടാട്ടോ.
നിവൃത്തിയില്ലെന്ന് വെച്ചാ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുള്ളൂ. ഇനി ഞാനായിട്ട് ഇവിടെ ആർക്കൊരു സമാധാനക്കേട് ഉണ്ടാക്കില്ല. Charlie, ¿quieres un poco de vino? നോട്ട് നൗ, ആഫ്റ്റർ വർക്ക്. Ah, vale, vale. നെഞ്ചത്തോരം കൊടുത്തപ്പോൾ അവൻ ക്ലിയറായി. ഇപ്പൊ സ്നേഹം കണ്ടില്ലേ? കാരണം ഞാൻ നേരത്തെ കൊടുത്തേക്കാം. നേരത്തെ കൊടുത്ത വല്ലാണ്ട് നന്നായി പോകും. Solo déjame cuando desea que le sirva la comida. Ahora no, un poco más tarde. De acuerdo, solo preguntaba. സ്പാനിഷ് ഒക്കെ പഠിച്ചല്ലോ. കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പഠിക്കും. Little wine? Menon, tendríamos que casarlos lo antes posible. സി അവരുടെ എൻഗേജ്മെന്റ് ഉടനെ നടത്തണമെന്നാ പറഞ്ഞത്. മേനും കുട്ടികളോട് സംസാരിച്ചിട്ട് ഒരു ദിവസം അങ്ങ് തീരുമാനിച്ചോളൂ. ആ Hola, bonita. ഇവിടെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഇനി നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് 18th എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യട്ടെ. എല്ലാം മേനോൻ സാറിന്റെ തീരുമാനം പോലെ. ഇവിടെയാ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടുന്നു. എല്ലാവരുടെ കയ്യിൽ 12 മുന്തിരിങ്ങ വീതം ഉണ്ടാവും. ആ ടവർ ക്ലോക്കിൽ 12 മണി ആകുന്നത് വരെ കാത്തു. എന്നിട്ട് ഓരോ മണി മുഴങ്ങുമ്പോഴും ഓരോ മുന്തിരിങ്ങ വീതം കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 12 മുന്തിരിങ്ങ കഴിച്ചു കഴിയുമ്പോൾ പുതുവർഷം പിറക്കലും പരസ്പരം വിഷയലും കെട്ടിപ്പിടിക്കലും ഒക്കെ നടക്കും. അല്ല, ഈ മുന്തിരിങ്ങ തിന്നണത്തിന് ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമല്ലേ, പ്രധാന കൃഷിയും അതാണല്ലോ. അതുകൊണ്ടൊരു ബഹുമാനവും ഒരു മധുരവും. ഈ സിസ്റ്റം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ 12 തേങ്ങ വിഴുങ്ങേണ്ടി വന്നേനെ. അതെ, ഞാൻ ഈ സബ്ജക്റ്റ് തൊണ്ടയിൽ ഒരു തേങ്ങ എന്ന പേരിൽ എഴുതി തുടങ്ങിയതാ. പക്ഷെ ലോജിക്കില്ല. കാമുകൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ തേങ്ങ തൊണ്ടയിലേക്ക് നിറങ്ങി കിട്ടണ്ടേ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. മജിക്ക എന്താടാ കുറെ നാളായാലോ വിളിയും ഇവരൊക്കെ ഇല്ലാണ്ടായിട്ട്? നിന്റെ അമ്മ വന്നിട്ട് പോയോ? ഇല്ല, അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുമെന്ന് വിചാരിച്ചിട്ടാ. അടുത്ത ദിവസം റസിയും കുട്ടികളും നാട്ടിൽ പോകുന്നുണ്ട്. ആണോ? എന്നാ അമ്മയ്ക്ക് ഞാൻ അവരോട് ടിക്കറ്റ് പറയട്ടെ. അതാ നല്ലത്. പിന്നെ ചിലപ്പോ റെസ്റ്റോറൻറ്റിന്റെ പഴയ ജോലി തന്നെ എനിക്ക് വേണ്ടി വരും. പാലസിൽ നിന്ന് ഏത് നിമിഷം പുറത്താക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നല്ല ശമ്പളവും കാര്യമൊക്കെ ഉള്ളവല്ലേ, നീ എങ്ങനെയൊന്ന് പിടിച്ചു നോക്ക്.